സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല അല്ലേ? നിങ്ങൾ മാത്രമല്ല, ഏകദേശം 90% ആളുകളും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം അറിയില്ല. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ലിസ്റ്റ്, എങ്ങനെ തുടങ്ങാം, എവിടെ തുടങ്ങാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു നീഡ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതെ, നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്, ആ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സമൂസ ഉണ്ടാക്കി. ആ സമൂസ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് നിങ്ങൾ കൊടുത്തു, അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തു പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ പട്ടി വരെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമൂസയുടെ മണം പിടിച്ച് അത് കഴിക്കാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഉറപ്പിച്ചവളൂ, നിങ്ങൾക്ക് സ്കില്ലുള്ളത് ആ ഒരു സമൂസ ഉണ്ടാക്കാനാണ്. അതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നറിഞ്ഞ് നിങ്ങളുടെ റിലേറ്റീവ്സും നിങ്ങളുടെ നെയ്ബേഴ്സും എല്ലാവരും നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് അന്വേഷിച്ച് നിങ്ങളുടെ വീട്ടിൽ വരും. അത്തരത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ ബിസിനസ് ആരംഭിക്കുകയും ഇതിനെ ഒരു വലിയൊരു ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഒരു കറക്റ്റായ പ്രോഡക്റ്റ്, നിങ്ങൾക്ക് ആപ്റ്റായി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ ആ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യു നീഡ് ടു നോ യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, നിങ്ങളുടെ കസ്റ്റമറിന് എന്താണ് വേണ്ടത് എന്നത് മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവും. ഒരു ജിമ്മിന്റെ അടുത്ത് പോയി ഒരു വീഗൻ റെസ്റ്റോറന്റ് തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവിടെ ആവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ, മട്ടൻ പോലുള്ള സാധനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ എവിടെ തുടങ്ങുന്നു, ആ ഒരു സ്ഥലത്തെ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, അതിനനുസരിച്ചുള്ള ബിസിനസ് തുടങ്ങുക എന്നതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണോ അത് സോൾവ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോൾ അവരുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്നൊരു ഇഷ്യൂ ആണ് ഇല്ലാതാകുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കി അവർക്ക് ഒരു കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് എ നെയിം ഫോർ യുവർ ബിസിനസ്. നമ്മളുടെ ബിസിനസിന്റെ പേര്. അതെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ബിസിനസ്സിന് കൊടുക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേര്. ചില യൂട്യൂബ് റീൽസ് ഒക്കെ നമ്മൾ കാണാം, പേരിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് ആ ഒരു കട അങ്ങ് കത്തി കയറി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു നല്ല പേര് കൊടുത്താൽ നമ്മളുടെ ബിസിനസിന്റെ ആ ഒരു ലെവൽ തന്നെ മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു റൈറ്റ് നെയിം ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു ബിസിനസ്സിനായിട്ട് ഇപ്പോൾ ഒരു ടീ ഷോപ്പോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന പേര് എപ്പോഴും ഭയങ്കര സിമ്പിൾ, അതുപോലെ തന്നെ ഭയങ്കര എലഗന്റ്, ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന, എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആകുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു പേര് നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് എ ലീഗൽ ഐഡന്റിറ്റി ഫോർ യുവർ ബിസിനസ്. നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രോസസ്സ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു വെക്കുക. നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് ചിന്തിച്ചിട്ട് നാളെ ഉടനെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായ ലൈസൻസ്, അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കിയതിനു ശേഷം മാത്രമേ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ലീഗൽ ഐഡന്റിറ്റി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോഴല്ലെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിലുള്ള വരുമാനം നേടുന്നതിന് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ വളരെ നല്ലതായിരിക്കും. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് എ ബാങ്ക് അക്കൗണ്ട് ഫോർ യുവർ ബിസിനസ്. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ആരംഭിച്ചു എന്നിരിക്കട്ടെ. മാസം നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 രൂപ ഈ ബിസിനസിന്റെ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. ആ 50,000 രൂപ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കൂ, നിങ്ങളുടെ ബിസിനസ് തകരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള പൈസ സേവ് ചെയ്യാൻ ഒരു അക്കൗണ്ടും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള പൈസ എടുക്കുന്നതിന് മറ്റൊരു അക്കൗണ്ടും തയ്യാറാക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനവും വരുന്നതെങ്കിൽ അവസാനം പൈസ ഏത് വഴിക്കാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറും. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പൈസ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഈ പൈസ വന്നത്, എങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത മാസം അത് കുറച്ചുകൂടെ ചെലവ് ചുരുക്കി വരുമാനം കൂട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഈ പൈസ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാ പോയത്, എവിടെയാ പോയത്, പേഴ്സണൽ ആവശ്യത്തിനാണോ ബിസിനസിന്റെ ആവശ്യത്തിനാണോ പൈസ നഷ്ടമായതെന്നൊന്നും അറിയാതെ ഇതൊരു വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറാനുള്ള ചാൻസസും കൂടുതലാണ്. ആറാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് ദ റിക്വയർഡ് റെഗുലേറ്ററി അപ്രൂവൽസ്.
ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ കുക്കിംഗ് സ്കില്ലുള്ള ഒരാളാണ്, നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വെറുതെ അച്ചാർ ഉണ്ടാക്കി ഓൾ ഓവർ ഇന്ത്യ വിൽക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ അത് വെറുതെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ വിൽക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വിൽക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മുന്നോടിയായി നിങ്ങൾ FSSAI ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലുടനീളം നിങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെറുകിട വ്യാപാരം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലൈസൻസുകൾ മുൻകൂട്ടി എടുത്തു വെച്ചാൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങളുടെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി ഭയങ്കര സ്മൂത്ത്ലി റൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഏഴാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് എ ലോഗോ ഫോർ യുവർ ബിസിനസ്. അതായത് നമ്മളുടെ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ബിസിനസിന്റെ ഒരു ലോഗോ നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആപ്പിളിന്റെ ലോഗോയാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സിന്റെ ആ ഒരു യെല്ലോ കളർ എം ഇല്ലാതെ നമുക്ക് മക്ഡൊണാൾഡ്സിനെ ചിന്തിക്കാൻ തന്നെ സാധിക്കില്ല. അതുപോലെ ഓരോ പ്രോഡക്റ്റിനും ഓരോ ലോഗോ ഉണ്ട്. നിങ്ങളും ഒരു ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസിനും ഒരു ലോഗോ, നിങ്ങളുടെ കമ്പനിക്കും ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്നാൽ അത് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ലോഗോ ആയിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്ന ഈ ബിസിനസ് ഒരുപക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറുമ്പോൾ ഈ ലോഗോ ആയിരിക്കും ആൾക്കാരെല്ലാം തിരിച്ചറിയുന്നത്. നമ്മളൊരു ബ്രാൻഡ്, ഇപ്പോൾ ലൂയിസ് ഫിലിപ്പ് അല്ലെങ്കിൽ എന്ത് തന്നെ ആകട്ടെ, ലീവൈസ്, എന്ത് തന്നെ ആയാലും ആ ഒരു കമ്പനിയുടെ ലോഗോയാണ് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ലോഗോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് ചൂസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എട്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് യു നീഡ് എ വിസിറ്റിംഗ് കാർഡ് ഫോർ യുവർ ബിസിനസ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളൊരു ഈവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ കോഡിംഗ് എന്ത് തന്നെ ആകട്ടെ, എന്ത് കമ്പനി തന്നെ ആകട്ടെ, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഈ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ബിസിനസ് എപ്പോഴും നടക്കുന്നത്. അതായത് കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഒരു ക്ലയന്റ്, ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ നമ്പർ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളുടെ നമ്പർ കൊടുക്കുകയാണ്. വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാകുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ കമ്പനിയോടുള്ള ആ ഒരു മതിപ്പില്ലാതാകുന്നു. അപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കുക എന്നതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒമ്പതാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് കീപ് പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫിനാൻസ് സെപ്പറേറ്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഒരു പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടും സെപ്പറേറ്റ് അക്കൗണ്ട് തയ്യാറാക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മാസത്തെ ബിസിനസ് വളരെ ലാഭകരമായി പോയി, നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കാശ് ലഭിക്കുകയും ചെയ്തു. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ ചിന്തിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ഒരു ഐഫോൺ മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ മേടിക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. കാരണം കുറെ നാളുകൾക്ക് ശേഷം ഈ കമ്പനിയുടെ ലാഭമെല്ലാം എവിടെ പോയെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഫോണും കാറും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പൈസ കറക്റ്റായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ നഷ്ടമായിരിക്കും നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ആ ഒരു ഫിനാൻസിനായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ട് ഒരു സെപ്പറേറ്റ് എക്സ്പെൻസ് ഷീറ്റ് എങ്കിലും നിങ്ങൾ കരുതിയിരിക്കുക എന്നത് വളരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും അവസാനമായി 10ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഹാവ് എ ഡീസെന്റ് CA to ഗൈഡ് യു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ കുറെ കേൾക്കുന്നതാണ്, ചാർട്ടേഡ് അക്കൗണ്ട് അവർ എക്സാം ക്ലിയർ ചെയ്തു അങ്ങനെ. നമ്മളുടെ ബിസിനസ്സിന് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ട് ചികിത്സിക്കില്ല. നമ്മൾ എപ്പോഴും ഡോക്ടറിനെ കണ്ട് നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് എന്ത് മെഡിസിനാണ് ആവശ്യം, എന്ത് സർജറിയാണ് ആവശ്യം എന്നാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫിനാൻസ്. നമ്മളൊരു കമ്പനി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിനാൻസ് നമുക്ക് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മളുടെ ഫിനാൻസ് കൺട്രോൾ ചെയ്യിപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിത് പറയുന്നത് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല. നിങ്ങൾ വളരെ വലിയ രീതിയിൽ കോടികൾ വിലമതിക്കുന്ന ബിസിനസ്സുകളാണ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു പൈസ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതൊരു വലിയ പ്രശ്നത്തിന് കാരണമായി തീരും. അതുകൊണ്ട് തുടക്കത്തിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഈ ഒരു ഫിനാൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ നൽകുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഈ ഒരു കമ്പനി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും വലിയൊരു ഗ്രോത്തിലേക്കും വളരെ ഒരു സക്സസ്ഫുൾ ബിസിനസ്സായി മാറാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ 10 ചെക്ക് ലിസ്റ്റ്, നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഈ ഒരു 10 ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയെന്നാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഈ ഒരു തോട്ട് എങ്ങനെയാണ് ഈ ചെക്ക് ലിസ്റ്റ് വർക്ക് ആവുന്നതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് വരെ വളരെ സിമ്പിൾ ആയിട്ട് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചങ്കിനും ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഫാമിംഗ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, മണി റിലേറ്റഡ് കോഴ്സുകൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ
തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താണെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.